ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, നമ്മുടെ നെന്മാറ നിയോജകമണ്ഡലത്തിൽ 2026 മെയ് മാസത്തിൽ MLA സ്ഥാനാർത്ഥിയായിട്ട് ശങ്കരനാരായണനാണ് എൻ്റെ പേര്. മത്സരിക്കുന്നുണ്ട്. എല്ലാവരുടെയും വോട്ട് നൽകണമെന്നും SJD എന്ന പാർട്ടിയാണ്. SJD എന്ന് പറയുമ്പോൾ സ്വതന്ത്ര ജനാധിപത്യ കോൺഗ്രസ് ചിഹ്നം TVയിലാണ് മത്സരിക്കുന്നത്. എല്ലാവരും വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം. നെന്മാറ നിയോജകമണ്ഡലത്തിൽ 10 പഞ്ചായത്താണ് ഉള്ളത്. 10 പഞ്ചായത്തിൽ വോട്ടും സമാഹരിച്ച് ജയിക്കുന്നതിന് വേണ്ട നടപടി എല്ലാവരും ഉണ്ടാകണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. നെന്മാറ നിയോജകമണ്ഡലത്തിൽ കൊറോണ കാലത്ത് 500 ആളുകൾക്ക് TV മൊബൈൽ കൊടുക്കുകയും ഏറ്റവും വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടും ക്ലേശങ്ങളും അനുഭവിച്ച സമയത്ത് 500 ആൾക്ക് TV മൊബൈൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തിരുത്തമ്പാടം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഭാഗമായി ഗൃഹശ്രീ പദ്ധതി പ്രകാരം 2011 മുതൽ 2025 വരെ 4000 ആളുകൾക്ക് വീടുകൾ നൽകി. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ്. ആദ്യത്തെ പിണറായി സർക്കാർ ഈ ഫണ്ട് അനുവദിച്ചു തരാത്തതിൻ്റെ പേരിൽ 2018 കേസിന് പോയി ഹൈക്കോടതി കേസ് നടത്തി 2019 ഓർഡറായി 4000 ആളുകൾക്ക് വീട് കൊടുക്കുകയുണ്ടായി. ഗൃഹശ്രീ പദ്ധതി പ്രകാരം 2 ലക്ഷം കെട്ടുമ്പോൾ ഇപ്പോൾ 5.5 ലക്ഷമാണ്. തൊഴിലുറപ്പ് പദ്ധതി 50,000 രൂപയും 4 ലക്ഷം 3 ലക്ഷം സർക്കാർ സബ്സിഡിയും 2 ലക്ഷം ഗുണഭോക്തൃ വീതവും അടച്ചാണ് ഈ പദ്ധതികളൊക്കെ കൊണ്ടുവന്നത്. പിന്നെ 2000 കുടുംബത്തിന് കുടിവെള്ളം നൽകുകയും 5 ദിവസം ജയിലിൽ കിടക്കുകയും 56 ലക്ഷം അതിൻ്റെ ഭാഗമായി ചെമ്മന്തോട്, ചാറ്റുകോട്, പേഴുംപാറ എന്നീ ഭാഗങ്ങളിൽ നിന്നും പൈപ്പുകളെല്ലാം മാറ്റി പുതിയ പൈപ്പിട്ട് 56 ലക്ഷം 2019 നൽകുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2000 കുടുംബത്തിന് 4 വാർഡുകളിൽ 12, 13, 14, 15, 16 വാർഡുകളിൽ ഇപ്പോഴത്തെ 4 വാർഡുകളിൽ വെള്ളം എത്തിക്കുകയുണ്ടായി. അതും ഹൈക്കോടതി ഉത്തരവാണ്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കൊറോണ കാലത്ത് ഭക്ഷ്യക്കിറ്റ് നൽകി 2000 കുടുംബത്തിന് പച്ചക്കറിയും അരിയും നൽകുകയുണ്ടായി. 5.5 ഏക്കർ കൃഷി വിറ്റിട്ടാണ് ഈ പദ്ധതികളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങൾ ചികിത്സാ ധനസഹായമായി നൽകുകയുണ്ടായി. 3 പ്രാവശ്യം പഞ്ചായത്ത് മെമ്പറായി, 3 പ്രാവശ്യം തോറ്റു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ വോട്ട് നമ്മുടെ SJD TV ചിഹ്നത്തിൽ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഈ നാടിൻ്റെ വികസനത്തിന് എല്ലായ്പ്പോഴും ഒരുമിച്ച് നിൽക്കുമെന്നും ജയിപ്പിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നും വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. ഈ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുകയും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നീ ചാനലുകളുണ്ട്. ഇനി പദ്ധതികൾ നെല്ലിയാമ്പതി വെള്ളം പോത്തുണ്ടിയിലേക്ക് ഇറക്കുന്നതിന് സംബന്ധമായി 50 കോടിയുടെ വികസനം ഹൈക്കോടതി ഉത്തരവിൽ നിന്നും പ്രകാരം വന്നുകൊണ്ടിരിക്കുകയാണ്. കേസ് നമ്പർ ഇട്ടിട്ടുണ്ട്. കേസ് ഇപ്പോൾ ഈ അടുത്ത മാസം ഉത്തരവായതിനു ശേഷം നെന്മാറ ഗവൺമെൻറ് ആശുപത്രി മെച്ചപ്പെടുത്തുകയും ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ, പ്രസവ വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ എന്നിവ കൊണ്ടുവരികയും പോസ്റ്റ്മോർട്ടം ഇപ്പോൾ നെന്മാറയിൽ നടക്കുന്നില്ല. പിന്നെ ടോയ്ലറ്റ് അടച്ചു വെച്ചിരിക്കുന്നു. 100 കണക്കിന് ബെഡുള്ള നെന്മാറ ആശുപത്രി ഇപ്പോൾ ഒരു മുള്ളുകുത്തിയ ചികിത്സയില്ലാത്ത അവസ്ഥയാണ്. അതിന് ഹൈക്കോടതിയിൽ സമീപിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി പരിപാടി കണ്ട് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു.